ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ഭഗവാന്റെ സങ്കീർത്തന അവതാരമായ ഗൗരാംഗ മഹാപ്രഭുവിൻ്റെ പാവന ചരിത്രം. നിമായി. അധ്യായം 1. ഭഗവാന്റെ അവതാര വിളംബരം. സത്യഭാമാദേവിയുടെ കൊട്ടാരത്തിൽ നിന്നും അതിരാവിലെ രുക്മിണി ദേവിയുടെ അരമനയിലെത്തി ദ്വാരകാധീശൻ വിശ്രമിക്കുന്നു. രുക്മിണി ഭഗവാന്റെ കാൽ കഴുകി തുടച്ച് പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. പാദപൂജ ചെയ്ത് തൃപ്പാദങ്ങൾ മാറിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഭഗവാനെ തറച്ചു നോക്കി രുക്മിണി വിങ്ങിപ്പൊട്ടിക്കരയുന്നു. മുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭഗവാൻ സ്വാന്തനപ്പെടുത്തി. എന്തു പറ്റി ഇങ്ങനെ വ്യസനിക്കാൻ? ദേവിയേക്കാൾ പ്രിയമുള്ളവളായിട്ട് 3 ലോകങ്ങളിലും എനിക്ക് വേറെ ആരുണ്ട്? പറയൂ. എൻ്റെ പ്രിയപ്പെട്ടവളല്ലേ? രുക്മിണി കരയരുത്. മേൽവസ്ത്രം കൊണ്ട് കണ്ണീർ ഒപ്പിക്കൊടുക്കുന്നു. ഞാൻ ദേവിയുടെ ആജ്ഞ ഏതെങ്കിലും ഒന്ന് അനുഷ്ഠിക്കാതിരുന്നിട്ടുണ്ടോ? പറയൂ. രുക്മിണി ഇല്ല എന്ന് തല കുലുക്കുന്നു. ഭഗവാൻ, അന്ന് ഞാൻ പറഞ്ഞത് തമാശയല്ലേ? എത്ര സമാധാനിപ്പിച്ചു രുക്മിണിയെ അന്ന് ഞാൻ. ഇനിയും മനസ്സ് ശാന്തമായില്ലല്ലേ? ദൃഢമായി ആ കണ്ണുകളിൽ തറച്ചു നോക്കിക്കൊണ്ട് രുക്മിണി പറഞ്ഞു, അവിടുത്തെ ഈ തൃപ്പാദ സേവ ഒന്ന് മാത്രം മതി ഈ ഉള്ളവൾക്ക്. കുറച്ചു നേരത്തെ നിശബ്ദത ഭേദിച്ചു രുക്മിണി തുടർന്നു. അറിവും അറിയേണ്ടതും അറിയുന്നവനും ഒക്കെ അവിടുന്ന് തന്നെ. എന്നിരുന്നിട്ടും തൃക്കാലടികളെ മാത്രം ആശ്രയിച്ചവരുടെ മനസ്സങ്ങ് അറിയുന്നില്ലല്ലോ എന്ന ഖേദമാണെനിക്ക്. ഇത്രയും അവിടത്തേക്ക് അറിയണമെങ്കിൽ വൃന്ദാവനേശ്വരിയായ രാധയുടെ നിഷ്കാമ ഭക്തിയുടെ ഭാവമുണ്ടാവണം. അല്ലെങ്കിൽ ഇതൊക്കെ അറിയാൻ കുറച്ചു പ്രയാസമുണ്ടാവും അങ്ങേക്ക്. എന്നോട് ക്ഷമിക്കണമേ. ആശ്ചര്യത്തോടെ ഭഗവാൻ ആരാഞ്ഞു. അല്ലയോ ദേവി, ദേവി ഇതാ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് അറിയാത്തതായി എന്തുണ്ടെന്നാണ് പറയുന്നത്? ത്രിലോകങ്ങളിലും അപൂർവമായ ആ വസ്തു എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാലും. പറയൂ രുക്മിണി, കേൾക്കട്ടെ. പ്രഭു, ആധ്യാത്മികയുടെ ഉറവിടമാണല്ലോ അവിടുന്ന്. ത്രികാലജ്ഞാനികൾ അങ്ങയുടെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കാനായി തപസ്സനുഷ്ഠിക്കുന്നു. അങ്ങനെയിരിക്കെ ആ തൃപ്പാദ സേവയുടെ മാഹാത്മ്യം അവിടത്തേക്ക് തന്നെ പൂർണ്ണമായിട്ട് ബോധ്യമാവണമെന്നില്ല. രുക്മിണിക്ക് പരിഭവം. ഭഗവാൻ സമ്മതിച്ചു. അതെ, അത് ശരിയാണ്. ആയതിനാൽ അതൊന്ന് വിവരിക്കൂ രുക്മിണി. എന്തു വര വേണമെങ്കിലും ഞാൻ രുക്മിണിക്ക് തരാം. എന്തു വേണം? പറയൂ. ഭഗവാൻ മുട്ടുകുത്തുന്നു. ധൈര്യത്തോടെ രുക്മിണി, അവിടുന്ന് തന്നെയാണല്ലോ സത്യം. ഹേ ദേവദേവേഷ, ത്രിലോകങ്ങളെ അവിടുന്ന് തന്നെയല്ലേ നിയന്ത്രിക്കുന്നത്? ആർക്കും അങ്ങേ നിയന്ത്രിക്കാനാവില്ല. ദയവായിട്ട് കേൾക്കണം. എൻ്റെ ഹൃദയാന്തർഭാഗത്തിൽ നിന്നും വരുന്ന ഈ സത്യം. ഭഗവാൻ മുഖം തിരിഞ്ഞ് എഴുന്നേറ്റ് നടക്കുന്നു. രുക്മിണി, അവിടുത്തെ തൃപ്പാദങ്ങളിലുള്ള ശരണം ഒന്നുകൊണ്ട് മാത്രം ഈ ഉള്ളവൾക്ക് ആ പാദഭക്തിയാവുന്ന അമൃത് അടയാൻ സാധ്യമാവുന്നു. ഇതുപോലെ തന്നെയല്ലേ ആ വൃന്ദാവനേശ്വരിയുടെയും കഥ? സത്യത്തിൽ അത് വിവരിക്കുവാൻ കൂടി വയ്യ. യോഗത്തിലും വിയോഗത്തിലും ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന രാധികാപ്രേമം 14 ലോകങ്ങളിലും പ്രശസ്തമാണല്ലോ. പാൽക്കടലിൽ അവിടുത്തെ തൃപ്പാദ സേവയിൽ എന്നും നിരതരായിരിക്കുന്ന ലക്ഷ്മീദേവി പോലും വൃന്ദാവനത്തിലെ രാധികാപ്രേമത്തിൻ്റെ ആഴമളക്കാൻ പറ്റില്ലത്രേ. തിരിച്ചു വന്ന രുക്മിണി ദേവിയുടെ ചുമലിൽ 2 കൈയും വെച്ച് ദ്വാരകാധീശൻ സമ്മതിച്ചു. ശരിയാണ് ദേവി, വളരെ ശരിയാണിതൊക്കെ. രുക്മിണിക്ക് ഇനിയും പക്ഷേ അറിയണം. എങ്ങനെയാണ് ഈ രാധികാപ്രേമം അവിടുത്തെ ഹൃദയത്തെ കെട്ടിവരിഞ്ഞ് ഇങ്ങനെ ബന്ധനാവസ്ഥയിൽ ആക്കി വച്ചിരിക്കുന്നത്? കിളികളുടെ മൊഴികൾ പോലും ചിലപ്പോൾ രാധിക എന്നാണോ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങ് കണ്ണീരണിയാറില്ലേ? സാന്ദ്രാനന്ദ സാഗരമായ ആ ഹൃദയം ശോഭിക്കാറില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ശരിയല്ലേ? കുറച്ചു നേരത്തെ നിശബ്ദത. ഭഗവാന്റെ മുഖം അതിയായ ഗാംഭീര്യം. ആഴത്തിൽ നിശ്വസിച്ചു ഭഗവാൻ മൊഴിഞ്ഞു. അതെ, രാധികാപ്രേമം അതറിയാനുള്ളതല്ല രുക്മിണി, സ്വയം അനുഭവിക്കാനുള്ളതാണ്. രുക്മിണിക്ക് സ്വല്പം കുറ്റബോധം. അവിടുത്തെ പാദകമലത്തിലെ ഒരു വണ്ടായിട്ട് തീരാൻ ഇവൾ ആഗ്രഹിക്കുന്നു. എന്നുമെന്നും ഈ ഉള്ളവളെ വിട്ടുപിരിയല്ലേ എന്ന് ഒരൊറ്റ വാഗ്ദാനം മാത്രം തരണേ. ഹേ പ്രഭു, അവിടുത്തെ വേർപാടിൽ ഈ രുക്മിയുടെ ഹൃദയം പിളരും. അങ്ങയുടെ വിരഹദുഃഖം രാധയെ പോലെ ഈ ഉള്ളവൾക്ക് അനുഭവിക്കാൻ വയ്യ. ഇവൾക്ക് എന്നുമെന്നും തൃപ്പാദങ്ങളിൽ അഭയം തരണേ. നാരദമുനി കടന്നു വരുന്നു. കയ്യിൽ വീണ. നാരായണ നാരായണ എന്ന് ഉരുവിടുന്നുണ്ടെങ്കിലും മുഖത്ത് വല്ലാത്ത വിഷാദമുണ്ട്.
എങ്കിലും ഭഗവാന്റെ ദർശനഭാഗ്യത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് നമസ്കരിച്ചെഴുന്നേറ്റു നിന്നു. ഭഗവാനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ വാക്കുകൾ പുറത്തു വരുന്നില്ല. ഭഗവാൻ കുറച്ച് ഗൗരവത്തിൽ: ഇരുന്നാലും ദേവർഷേ, അവിടുന്ന് മുഖതേജസ്സിനൊരു വാട്ടം നാം കാണുന്നുണ്ട്. എന്താ, എന്ത് പ്രയാസത്തോടെയാണ് ഈ വരവ്? എന്താണ് കാര്യം? പറഞ്ഞാലും. അങ്ങേ ഈ പരിസ്ഥിതിയിൽ നമുക്കൊരിക്കലും കാണാൻ വയ്യ നാരദരെ. നാരദർ ഒരു പീഠത്തിലിരുന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു: നാരായണ നാരായണ, അടിയൻ എന്തുകൊണ്ട് പറയാനായിക്കൊണ്ട്? എല്ലാം അങ്ങയ്ക്കറിവുള്ളതല്ലേ? ഭഗവാൻ ഉലാത്തുന്നു. ഭഗവാനെ അനുഗമിച്ചുകൊണ്ട് നാരദർ പറഞ്ഞു: അവിടുത്തെ തിരുനാമാമൃതമാണ് അടിയൻ്റെ മൃഷ്ടാന ഭോജനം. ആ ഗുണമഹിമയിൽ ഉന്മത്തനായിട്ട് സർവ്വലോകങ്ങളിലും അത് വാരി വിതറിക്കൊണ്ട് അടിയൻ ചുറ്റിത്തിരിയുകയാണ്. ഭഗവാൻ സശ്രദ്ധം നാരദമുനിയെ വീക്ഷിക്കുന്നു. രുക്മിണി ജലവും ഫലങ്ങളും മറ്റും കൊണ്ടുവന്ന് ഉപചരിക്കുന്നു. നാരദർ തുടർന്നു: യുഗധർമ്മമായ അവിടുത്തെ തിരുനാമ മാഹാത്മ്യത്തിൽ തീരെ ശ്രദ്ധയില്ലാതെ അസൂയയും അഹങ്കാരവും കൊണ്ട് ഉന്മത്തരായ കലികാലത്തിലെ നിർഭാഗ്യരായ ചൈതന്യം നശിച്ചുപോയ ജനങ്ങളെ കാണേണ്ടി വരുമ്പോൾ കഠിനമായ മനോവേദന അടിയൻ അനുഭവപ്പെടുന്നു. കലിയുഗത്തിലെ മനുഷ്യരെ ഉദ്ധരിക്കാൻ അവിടുന്ന് തന്നെ കരുണ കാണിക്കണേ. മതവും മാത്സര്യവും കാരണം ഭൂമി വീണ്ടും ക്ഷീണിതയാണ്. ഹേ ദേവദേവ, മാധവ, മധുസൂദന, ഹരേ ഹരേ. നാരദർ വീണ വെച്ച് നമസ്കരിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമചൈതന്യം ഭൂലോകത്ത് പ്രസരിക്കണേ. അമാന്തിക്കരുതേ ഹേ നാരായണ. ഭഗവാൻ നിശ്ചലനായി നിന്നു. നാരദർ വീണ്ടും പറഞ്ഞു: എൻ്റെ മനസ്സിതാ പിടയുന്നു. സമയം ഇവർക്ക് വേണ്ടി കാത്തു നിൽക്കില്ലല്ലോ ഹേ ദ്വാരകാധീശ. അടിയൻ ഉള്ളു തുറന്ന് ഈ കാര്യം വെളിപ്പെടുത്തിയതിനാലും അവിടുത്തെ ഈ ദർശന സുഖത്തിനാലും ഇപ്പോൾ അതിയായ ആശ്വാസം വന്നിരിക്കുന്നു. നാരദരെ നോക്കി സന്തുഷ്ടനായിട്ട് ദയാപൂർവം പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു: മഹാമുനി, രുക്മിണി ദേവിയുടെ ഒരു ഉപദേശം നമുക്ക് കിട്ടുകയുണ്ടായി ഈ സുപ്രഭാതത്തിൽ. സച്ചിത്താനന്ദം ഇവയെല്ലാം ഉറഞ്ഞുകൂടിയ സാക്ഷാൽ പരബ്രഹ്മമായ അവിടത്തേക്ക് ഉപദേശമോ? നാരായണ നാരായണ. നാരദർക്ക് ആശ്ചര്യം. ഭഗവാൻ തുടർന്നു: പ്രേമഭക്തിയുടെ സീമകൾ ജ്ഞാനയോഗികൾക്ക് അപ്രാപ്യമാണ് നാരദരെ. പ്രേമമാണ് പുരുഷാർത്ഥ ശിരോമണി. ജ്ഞാനത്തിനും മോക്ഷത്തിനും ഹേതു പ്രേമമാണെന്നറിയുക. നാരദർ: അവിടുത്തെ കരുണയാൽ കുറച്ചൊന്ന് മനസ്സിലായി എന്ന് പറയാമല്ലോ. നാരദർ ഭവ്യമായി തലകുലുക്കി. ഭഗവാൻ: അതെ, ഞാനടക്കം പ്രേമാവസ്ഥയെ വൈകുണ്ഠത്തിലേവർക്കും അറിഞ്ഞോളണം എന്നില്ല. കാരണം അത്രയും പൂർണ്ണമായി അത് അനുഭവിച്ചാസ്വദിക്കണമെങ്കിൽ രാധയുടെ വൃന്ദാവന ഭാവം തന്നെ വേണം. വേറെ വഴിയില്ല ദേവർഷേ. നാരദർ സമ്മതിക്കുന്നു. അടിയൻ അത്രയ്ക്കൊന്നും അങ്ങനെ അവിടുത്തെ ഈ പ്രേമഭാവം ഉൾക്കൊള്ളാനാവില്ല ഭഗവാനെ. വൈകുണ്ഠവാസിയായ അവിടുത്തെ ഈ നാരായണ നാമം തന്നെയാണ് ഈ ഉള്ളവന് നിത്യഗതി. എന്നാലും അവിടുത്തെ അപാര കരുണയാൽ ആ പ്രേമാതിശയം കുറച്ചൊന്ന് ഗ്രഹിക്കുമാറാകട്ടെ എന്നേ ഉള്ളൂ. വളരെയധികം ഗാംഭീര്യമുള്ള സ്വരത്തിൽ ഭഗവാൻ തുടർന്നു: നാരദരെ, ഒരിക്കൽ ഭക്തിദേവിയോട് അങ്ങ് വൃന്ദാവനത്തിൽ വെച്ചു ചെയ്ത ശപഥം ഓർമ്മയില്ലേ? മറ്റു ധർമ്മങ്ങളെയെല്ലാം പരിത്യജിച്ചു ഭവതിയെ ഉത്സവ ആഘോഷത്തോടെ ഓരോ വീട്ടിലും വാഴിച്ചില്ലെങ്കിൽ താൻ കൃഷ്ണദാസനല്ല എന്ന്. ആ പ്രതിജ്ഞ നിറവേറ്റാനായിക്കൊണ്ട് കലികാലത്തിൽ ഭൂമിയിൽ വിനയത്തിലും പ്രേമത്തിലും മാത്രം നിലകൊണ്ട് രാധാദേവി മുതൽക്കുള്ള എൻ്റെ പ്രിയപ്പെട്ട ഭക്തരുടെ ഭക്തിരസം വേണ്ടുവോളം പാനം ചെയ്ത് അത് ബ്രാഹ്മണനും ചണ്ടാളനും ഒരുപോലെ വാരിക്കോരി വിതരണം ചെയ്യാനായിട്ട് നാം അവതരിക്കുകയാണ്, അധികം താമസിക്കാതെ തന്നെ. കലികാലത്തിലെ നിർഭാഗ്യരായ മനുഷ്യരുടെ ഇടയിൽ കലിയുഗധർമ്മമായ നാമസങ്കീർത്തന യജ്ഞത്തിലൂടെ പ്രേമഭക്തിയെ ഇനിയും വൈകിക്കാതെ പോഷണം ചെയ്യാനായി പുണ്യഭൂമിയായ ഭാരതവർഷത്തിൽ നാം സന്യാസവേഷത്തിൽ സഞ്ചരിക്കും. ഗംഗയുടെ നവദ്വീപിൽ എൻ്റെ ഭക്തയായ സചീദേവിയുടെ ദേഹത്തെ അലങ്കരിച്ച് ഞാൻ മനുഷ്യ ശരീരം എടുക്കുന്നതായിരിക്കും. എൻ്റെ പ്രേമഭക്തി ഞാൻ തന്നെ സർവചരാചരങ്ങൾക്കും വാരി വലിച്ചു കൊടുക്കുന്നതുമായിരിക്കും. ഹേ ദേവർഷേ, ഇതാ ഇങ്ങനെയായിരിക്കും എൻ്റെ ഈ അവതാരവേഷം. ഭഗവാൻ തത്സമയം ശ്രീ ഗൗരാംഗ മഹാപ്രഭുവിൻ്റെ ദിവ്യമംഗളരൂപം നാരദ മഹർഷിക്ക് കാണിച്ചു കൊടുത്തു. 6 അടി ഉയരം, അർദ്ധനിമീലിതങ്ങളായി മുകളിലേക്ക് മറഞ്ഞിരിക്കുന്ന കൺമണികൾ, സൗന്ദര്യം നാണിക്കുന്ന അംഗസൗരഭ്യം, തങ്കനിറത്തിലുള്ള ശരീരം, നീണ്ടുരുണ്ട കൈകാലിണകൾ, കാക്ഷായ വസ്ത്രധാരി, തല മുണ്ടനം ചെയ്തിട്ടുണ്ട്,
കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചിട്ടുമുണ്ട്. കണ്ടതും നാരദമുനി അല്പമല്പമായി മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു. മെല്ലെ മെല്ലെ ഭഗവാന്റെ ശ്രീകൃഷ്ണരൂപം കാണാറാവുന്നു. നാരദരെ എഴുന്നേൽപ്പിച്ചു ഇരുഭുജങ്ങളും ചേർത്ത് പിടിച്ചു ഭഗവാൻ പറഞ്ഞു, ഹേ നാരദ, അങ്ങ് അതിഭാഗ്യവാനാണ്. കാരണം ഈ വൃത്താന്തം ബ്രഹ്മലോകത്തിലും ലോകത്തിലും എത്തിക്കുവാൻ നാം അങ്ങയെയാണ് ഏൽപ്പിക്കുവാൻ പോകുന്നത്. ഭൂമി ഒഴികെ എല്ലാ ലോകങ്ങളിലും ചെന്ന് കൊട്ടിയാഘോഷിക്കൂ എൻ്റെ ഗൗരാംഗ അവതാരത്തെക്കുറിച്ച്. പരമജീവകാരുണ്യ പ്രതിഷ്ഠയാവുന്ന ഈ അവതാരത്തിലൂടെ കലിയുഗധർമ്മമായ എൻ്റെ നാമസങ്കീർത്തനം വ്യാപിക്കുവാൻ പോകുന്നുവെന്ന്. കലികാല വൈഭവത്താൽ മ്ലേച്ഛങ്ങളും കിരാതങ്ങളുമായിട്ടുള്ള പല പല ക്ഷുദ്ര ആശയങ്ങളും പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അവയെല്ലാം ഒന്നിനൊന്ന് പരസ്പര വിനയായി തീർന്നു. പക്ഷേ ഒടുവിൽ പ്രശാന്തമായ രാധികാ പ്രേമ പ്രവാഹത്തിൽ വന്ന് ലയിക്കും എന്ന് അങ്ങ് വിളംബരം ചെയ്താലും. നാരദമുനിയുടെ എല്ലാ മനോവ്യാധികളും ഈ വാക്കുകൾ കേട്ട് ഉടൻ അസ്തമിച്ചു. ഭഗവാന്റെ തിരുവായ്മൊഴി ശിരസാവഹിച്ചു നാരദർ നമസ്കരിച്ചു വിടവാങ്ങി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഉച്ചത്തിൽ പാടി സങ്കീർത്തനം ചെയ്തുകൊണ്ട് നാരദർ മഹർഷി മറയുന്നത് വരെ ഭഗവാനും രുക്മിണീ ദേവിയും നോക്കി നിന്നു.